സംരംഭകരുടെയും വനിതാ കൂട്ടായ്മകളുടെയും കർഷകരുടെയും ഉന്നതിക്കായി കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം എന്നും നിസ്വാർത്ഥമായ സേവനങ്ങളാണ് നടത്തിവരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സംരംഭകത്വ വികസന കേന്ദ്രം അഥവാ കോമൺ ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. കാർഷിക മേഖല ഇന്ന് ഏറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നത് ഏറെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെപ്പറ്റി, ഫാം ഗേറ്റ് പ്രോസസ്സിങ്ങിനെ പറ്റിയൊക്കെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. കർഷക വരുമാനം ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി വാല്യൂ അഡീഷൻ ഇൻ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്, നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന നടത്തി വിപണിയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാനായി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ പദ്ധതിയിൽ ഒരു കോമൺ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2018 ലഭിച്ച ഒരു പ്രൊജക്റ്റാണ് ചക്കയുടെയും ജാതിത്തൊണ്ടിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ പ്രോത്സാഹനത്തിനും സംരംഭകത്വ വികസനത്തിനും വേണ്ടി കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ലഭിച്ച പ്രൊജക്റ്റാണിത്. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ചക്കയിൽ നിന്നും ജാതിത്തൊണ്ടിൽ നിന്നുമുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഇവിടെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ തുടർ പരിശീലന പരിപാടികളും നടന്നു വരുന്നു. കൂടാതെ നമ്മുടെ റിവോൾവിംഗ് ഫണ്ടിൻ്റെ ഒരു മോഡിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രോഡക്ട്സ് ഉണ്ടാക്കി നമ്മുടെ സെയിൽസ് ഔട്ട്ലെറ്റ് വഴി തന്നെ വിതരണം ചെയ്യുന്നുമുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് 2021 കോമൺ ഫെസിലിറ്റേഷൻ സെന്ററായി ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അവർകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നിരവധി ഭക്ഷ്യ സംസ്കരണത്തിനുള്ള ഉപകരണങ്ങളുടെയും പാക്കേജിംഗ് ഉപകരണങ്ങളുടെയും പ്രവർത്തന രീതികൾ പരിചയപ്പെടാനും പ്രായോഗിക പരിശീലനം നേടാനുമുള്ള അവസരം സംരംഭകർക്ക് ഇതുവഴി ലഭിക്കുന്നു. ഇതൊരു കോമൺ ഫെസിലിറ്റേഷൻ സെൻറ്റർ അഥവാ ഇൻക്യുബേഷൻ യൂണിറ്റ് ആയപ്പോൾ കർഷകർക്ക് അവരുടെ വിളകൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രോസസ്സിംഗ് മെഷീനറീസും പാക്കേജിംഗ് മെഷീനറീസും ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ലഭ്യമാണ്. അതിനുശേഷം അവർക്ക് കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം അവർക്ക് സ്വന്തമായി മെഷീനറികൾ വാങ്ങിച്ചാൽ മതിയാവും. ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ നാമമാത്രമായ തുകയാണ് കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം ഈടാക്കുന്നത്. യൂണിറ്റിലുള്ള വിവിധ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള ഉപകരണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ജ്യൂസ് എക്സ്പെല്ലർ, പഴം പച്ചക്കറികളുടെ ജ്യൂസ് മാത്രമായി വേർതിരിച്ചെടുക്കാനുള്ള മെഷീനറിയാണ് ജ്യൂസ് എക്സ്പെല്ലർ. പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ബോട്ടിൽഡ് ജ്യൂസ്, RTS, സ്ക്വാഷ്, സിറപ്പ് തുടങ്ങിയ പാനീയങ്ങൾ നിർമ്മിക്കുന്നതിന് ഈ മെഷീനറി സഹായകമാണ്. ഫ്രൂട്ട് മിൽ, ദശ കട്ടിയുള്ള പഴങ്ങളുടെ പൾപ്പ് വേർതിരിക്കുന്നതിനാണ് ഫ്രൂട്ട് മിൽ ഉപയോഗിക്കുന്നത്. ഫ്രൂട്ട് പൾപ്പർ ഇടുന്നതിന് മുൻപ് ഫ്രൂട്ട്സ് ചതച്ചെടുക്കുന്നതിനും ഉപയോഗിക്കാം. ഫ്രൂട്ട് പൾപ്പർ, പഴം പച്ചക്കറികളുടെ പൾപ്പ് നാര് മാറ്റി വേർതിരിച്ചെടുക്കുന്നതിനാണ് ഫ്രൂട്ട് പൾപ്പർ ഉപയോഗിക്കുന്നത്. ഫ്രൂട്ട് ജാം, വരട്ട്, ഫ്രൂട്ട് ബാർസ്, ഹൽവ തുടങ്ങിയ പൾപ്പിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ പൾപ്പർ ആവശ്യമുണ്ട്. സോർട്ടിനർ, റോസ്റ്ററായിട്ട് ചൂടാക്കൽ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ദീർഘനേരം ചൂടാക്കി ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളായ ചക്ക വരട്ടി, ചമ്മന്തിപ്പൊടി, അവലോസ് പൊടി എന്നിവ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. മിനി പൾവറൈസർ, ഉണങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ പൊടിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ചക്ക, കപ്പ, അരി എന്നിവയുടെ പൊടികൾ ഇതിലാണ് പൊടിക്കുന്നത്. ഇലക്ട്രിക് ഡ്രയർ, കാർഷികോൽപ്പന്നങ്ങൾ ഉണക്കുന്നതിനും മീനുണക്കുന്നതിനും ഉപയോഗിക്കാം. ഉണക്കി സംസ്കരിക്കുന്ന ഉൽപ്പന്നങ്ങളായ ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്, ഫ്രൂട്ട് ബാർസ്, ഫ്രൂട്ട് ചങ്ക്സ്, ടൂട്ടി ഫ്രൂട്ടി പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഡ്രയർ ആവശ്യമാണ്. ചെസ്റ്റ് ഫ്രീസർ, ഡബിൾ ഡോറുള്ള ചെസ്റ്റ് ഫ്രീസറിൽ മിനിമൽ പ്രോസസ്സിംഗ് അഥവാ ലഘു സംസ്കരണം ചെയ്ത ഉൽപ്പന്നങ്ങളും ഫ്രോസൺ പ്രൊഡക്ട്സായ ഫ്രോസൺ ഇടിച്ചക്ക കട്ട്ലറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്നു. വിവിധ പാക്കേജിംഗ് മെഷീനറീസ്, കവറുകളിലും സ്റ്റാൻഡപ്പ് പൗച്ചുകളിലും പ്രൊഡക്റ്റ് സീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ബാൻഡ് സീലർ, പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ പ്രൊഡക്റ്റ് സീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ സീലർ, ഗ്ലാസ് ബോട്ടിലുകളിലെ പ്രൊഡക്ട്സ് ക്യാപ് സ്ലീവ് ഇട്ട് സീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹോട്ട് എയർ ഗൺ, ലഘു സംസ്കരണം ചെയ്ത പ്രൊഡക്ട്സ് ട്രേയിൽ ക്ലിംഗ് റാപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹാൻഡ് റാപ്പർ, ഉൽപ്പന്നങ്ങളുടെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിന് അനഎറോബിക് സ്റ്റോറേജിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്വം പാക്കിംഗ് മെഷീൻ, നൈട്രജൻ ഫിൽ ചെയ്ത് സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിന് നൈട്രജൻ ഫ്ലഷ് ഫെസിലിറ്റി, മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിംഗ് യൂണിറ്റ്, ബാൻഡ് സീലർ, ഇതുകൂടാതെ ഇലക്ട്രോണിക് കോക്കനട്ട് സ്ക്രാപ്പർ, ടെൻഡർ കോക്കനട്ട് കട്ടർ തുടങ്ങി
ധാരാളം വലുതും ചെറുതുമായ മെഷീനറികളും പ്രോസസ്സിങ്ങിന് വേണ്ട വിവിധ ബ്രിക്സിലുള്ള റീഫ്രാക്ടോമീറ്റേഴ്സ്, pH മീറ്റർ എന്നിവയും ഈ യൂണിറ്റിലുണ്ട്. ഈ പ്രൊജക്ടിന്റെ ഭാഗമായി 15 ലക്ഷം രൂപയുടെ മെഷീനറികൾ യൂണിറ്റിൽ പ്രവർത്തനക്ഷമമാണ്. പരിശീലന പരിപാടികളും നടന്നു വരുന്നു. പ്രധാനമായും സ്ത്രീകളുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് നമ്മൾ പരിശീലനം നൽകി വരുന്നത്. 40-ലധികം ഓൺ ക്യാമ്പസ് പരിശീലന പരിപാടികൾക്ക് പുറമെ ധാരാളം ഓഫ് ക്യാമ്പസ് പരിശീലന പരിപാടികളും കേന്ദ്രം സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ വനിതകൾക്ക് പുറമെ മറ്റു പുതുസംരംഭകർക്കും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം സാങ്കേതിക സഹായം ചെയ്തുവരുന്നു. ഇവിടെ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിശീലന പരിപാടികൾ തികച്ചും സൗജന്യമായാണ് സംരംഭകർക്കും കർഷകർക്കും നൽകി വരുന്നത്. നിരവധി സ്ത്രീകളും കൂട്ടായ്മകളും പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങി അത് വിജയപാതയിലെത്തിച്ചത് പദ്ധതിയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നവയാണ്. കൃഷി അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്ന മേഖലയിൽ താല്പര്യമുള്ള യുവാക്കൾ, യുവതികൾക്ക്, അതേപോലെ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ കടന്നു വരാവുന്ന ഒരു മേഖലയാണ്. കാർഷിക മേഖലയിൽ സംരംഭകത്വ വികസന സാധ്യതകളേറെയുള്ള കേരളത്തിൽ കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാവുകയാണ്.